മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തകളാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. 5-ാമത്തെ വാക്യത്തിലെ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. അതിലെ പ്രത്യാശയെക്കുറിച്ച് 7 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നിങ്ങൾ ഒന്ന് പോയി ആ എപ്പിസോഡ് കാണണമേ എന്ന് പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രത്യാശ നമ്മളെ ഒരിക്കലും നാണം കെടുത്തുന്നതല്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹോപ്പിനെക്കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും എനിക്കതിൻ്റെ മനസ്സിൽ പറയാനായിട്ടുണ്ട്. ഹോപ്പിനെക്കുറിച്ച് ഈ കപ്പലൊക്കെ ആടി ഉലയുന്ന സമയത്ത് നങ്കൂരം ഇടുന്ന ചില ഇമാജിനറീസ് പ്രത്യാശയെക്കുറിച്ച് നമുക്ക് പറയാനായി പറ്റും. കാരണം ഈ ആടുന്ന കപ്പലിൽ നങ്കൂരം ഇട്ട് കഴിയുമ്പോഴേ കുറച്ച് നേരം കഴിയുമ്പോൾ ആട്ടമൊക്കെ നിൽക്കുന്നതായിട്ട് കാണാം. എത്ര വലിയ കൊടുങ്കാറ്റാണെങ്കിൽ പോലും പ്രത്യാശ അകത്ത് വരുമ്പോഴേ ഈ ചാഞ്ചാട്ടം ഇല്ലാതെ ഇരിക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് കർത്താവിലുള്ള പ്രത്യാശ എപ്പോഴും ആവശ്യമാണ്. എന്താണ് പ്രത്യാശ എന്നുള്ളതും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ആ വാക്യത്തിൽ നിന്ന് നമ്മൾ അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ദൈവം അനുവദിച്ചാൽ 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തു നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഇവിടെ കാണുന്നത് നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ്, ഒരു ഫാക്റ്റാണ്. നാം ബലഹീനരായിരിക്കുക. ബലഹീനർ എന്ന് പറയുമ്പോൾ ഇവിടെ പാപത്തെയാണ് ബലഹീനത എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ന്യായപ്രമാണം പാപത്തെ കണക്കിടുന്നു. അതുകൊണ്ട് ന്യായപ്രമാണത്താൽ രക്ഷ പ്രാപിപ്പാൻ പറ്റുകയില്ല. ആ സമയത്ത് യേശുക്രിസ്തു ഒരു പ്രായശ്ചിത്ത മരണം നമുക്ക് വേണ്ടി ചെയ്തു. അവൻ്റെ സ്നേഹത്തെ നമ്മളോട് പ്രദർശിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ കാണുന്നുണ്ട്. തക്ക സമയത്ത് കർത്താവ് മരിച്ചു എന്ന് പറയാനായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെ പല കാരണങ്ങൾ നമ്മൾ ചിന്തിക്കാം. ഒന്ന്, ലോകത്തിന് ക്രിസ്തുവിന് ഏറ്റവും അധികം ആവശ്യമായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരുടെയും ആ സമയത്തുള്ളവരുടെ ലോകത്തിലുള്ള ആളുകൾ, ഗ്രീക്ക് സംസ്കാരമാണല്ലോ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ആ സമയത്ത്. അവരുടെ മനുഷ്യബുദ്ധിയുടെയും കഴിവുകൾ ഏറ്റവും ഉയരം പ്രാപിച്ചൊരു സമയമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ വരവ്. ആ സമയം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ലോകത്തിൻ്റെ ജ്ഞാനം ഏറ്റവും കൂടിയ സമയം ആയിരുന്നു അത്. അതാണ് ഒരു കാരണം തക്ക സമയം എന്ന് പറയുന്നത്. രണ്ടാമതായി, യഹൂദന്മാർ ധാർമ്മികമായിട്ട് ഏറ്റവും അധപ്പതിച്ച ഒരു സമയമായിരുന്നു. യഹൂദന്മാരെ പ്രവാസത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നതിന് ശേഷവും അവർ ആലയമൊക്കെ പണിഞ്ഞു. എന്നാൽ അവിടെ എല്ലാം തന്നെ അവരുടെ മോറൽ സ്റ്റാൻഡേർഡ്സ് ഡീഗ്രേഡ് ചെയ്ത് ന്യായപ്രമാണം അനുസരിക്കുന്നില്ല. അതൊരു ആചാരമായിട്ട്, ഒരു ഹെറിറ്റേജ് പോലെ അത് ചെയ്തു പോയ ഒരു കാര്യം. ധാർമ്മികമായി യഹൂദന്മാർ ഏറ്റവും അധപ്പതിച്ചിരുന്ന കാലം അതായിരുന്നു ഒന്ന്. പിന്നെ മൂന്നാമത് നമുക്കൊരു ചിന്ത എടുക്കാവുന്ന, സ്ക്രിപ്റ്റേഴ്സ് നോക്കിക്കഴിയുമ്പോൾ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. കാലസമ്പൂർണത. അന്നേരം പ്രവാചകൻ നേരത്തെ മുൻകൂട്ടിയ കാലസമ്പൂർണത എന്ന് പറഞ്ഞ ഒരു കാര്യം, അതൊരു കാരണമാണ് ഈ തക്ക സമയം എന്ന് പറയുന്നത്. 4-ാമത്തെ കാര്യം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാവുന്നതാണ്. യേശുക്രിസ്തു മശിയായിട്ട് വരും എന്ന് യഹൂദന്മാർ കാത്തിരുന്നു. അതിനാൽ അവർക്കുള്ള വലിയ തീഷ്ണതയുണ്ടായിരുന്നു. യഹൂദന്മാർക്ക് വലിയ തീഷ്ണതയുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വസ്തുത മനസ്സിലാക്കാനായിട്ട് പറ്റിയൊരു സമയം. അതുകൊണ്ട് ഈ തക്ക സമയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള 3-4 അസംഷൻ നമ്മൾ തന്നെ പറയുന്നതാണ്. ഇങ്ങനെ 3-4 കാരണം കൊണ്ടാണ് തക്ക സമയമെന്ന് നമുക്കൊന്ന് ഒരു കൺക്ലൂഷനിലെത്താം. എന്നാൽ
ദൈവജ്ഞാനം കൊണ്ട് കണ്ടെത്തിയ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നതാണ് ഇതിലേക്ക് നല്ലത്. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ സമയമാണല്ലോ തക്ക സമയമെന്ന് നമുക്ക് പറയാനായിട്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിനകത്ത് യേശുക്രിസ്തുവിൻ്റെ വരവ് തക്ക സമയത്തിൽ ആയിരുന്നു എന്ന് നമ്മളെ കാണുന്നു. പാപികൾക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭമാണ്. താഴെയുള്ള വാക്യങ്ങളിൽ പറയുന്നതാണ്, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. നമുക്ക് ശ്രദ്ധിക്കാം, പാപികൾക്ക് വേണ്ടി മരിക്കുന്നത് ദുർലഭമാണ്. നീതിമാന് വേണ്ടി ചിലപ്പോൾ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടോ അങ്ങനെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മരിക്കും. ഇവിടെ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. ദൈവം നമുക്ക് തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പഴയ ഒരു ചരിത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പം നിങ്ങളൊക്കെ അത് കേട്ടിട്ടുണ്ടാവും. സിസിലിയിലെ സ്വേച്ഛാധിപതിയായിരുന്ന ഡയനോഷ്യസ് സ്വേച്ഛാധിപതിയായിരുന്നു. അയാൾ ഡാമനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഡാമൻ എന്ന് പറയുന്ന ആളിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ ഈ സ്വേച്ഛാധിപതിയാണെങ്കിലും അദ്ദേഹം ഈ ഡാമന് ചില കാര്യങ്ങൾ ഈ സ്വേച്ഛാധിപതിയോട് റിക്വസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താനായിട്ടുണ്ട്. അന്നേരം ഈ ക്രമപ്പെടുത്തിയിട്ട് അദ്ദേഹം വന്നിട്ട് ഈ വധശിക്ഷ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അന്നേരം ഇതിന് ഈ ഡയനോഷ്യസ് പെർമിറ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ, ഒരു ഇതായിട്ട് അതിന് പകരം ഒരു ജാമ്യത്തിന് പോലെ ഒരാളിനെ നിർത്തേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള പിത്യാസ് അതിന് ഉത്തരവാദിയായിരിക്കാമെന്ന് ഏറ്റു. എന്ന് പറഞ്ഞാൽ പിത്യാസ് ഈ ഡാമൻ വന്നില്ലെങ്കിൽ ഡാമന് പകരം പിത്യാസിന് വധശിക്ഷ എടുക്കും. അതുകൊണ്ട് ഡാമിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പിത്യാസ് നിൽക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു പർട്ടിക്കുലർ ടൈം ആയപ്പോഴേ ഡാമൻ അന്ന് വധശിക്ഷ ചെയ്യേണ്ട ഡേറ്റിൽ ഡാമിനെ കണ്ടില്ല. ഡാമിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ ഡയനോഷ്യസ് ഈ പിത്യാസിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ച് പിത്യാസിനെ കൊണ്ടുവന്ന് വിധി നടത്താനായിട്ട് കൊണ്ടുവന്ന് വിധി നടപ്പാക്കുന്നതിന് ജസ്റ്റ് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഈ ഡാമൻ ഓടിക്കിതച്ച് വന്ന് ആ വധശിക്ഷയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ഫ്രണ്ടിനെ അത് ചെയ്യരുതെന്ന് പറഞ്ഞ് ഓടിക്കിതച്ച് വന്നിട്ട് ഈ ഡാമൻ വധശിക്ഷ കേൾക്കാനായിട്ട് വന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡാമൻ ഈ ഓടിക്കിതച്ച് വന്ന ഈ ഡാമൻ്റെ വിശ്വസ്തയെ കണ്ടിട്ട് ഡയനോഷ്യസ് അവനെ പുകഴ്ത്തി അവനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. അത് മാത്രമല്ല, അവരുടെ സ്നേഹിതനായിട്ട് തുടരാനായിട്ടും ഇടവന്നു എന്നൊരു കഥയുണ്ട്. കഥയല്ല, ഇതൊരു ചരിത്രത്തിലുള്ള ഒരു വിരളമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ യൂട്യൂബ് ഇതിനകത്ത് അടിച്ചു നോക്കിയാൽ, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാം, ഡാമൻ ആൻഡ് പിത്യാസ് അടിച്ചു നോക്കിയാൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കാണുന്ന ഈ സബ്സ്റ്റിറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു എന്താണ് വധം, അതിനു വേണ്ടി ആയിരുന്നു ഈ പിത്യാസിനെ ഇത് വെച്ച എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നൊരു വാക്യം യോഹന്നാൻ 15:13 ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വാക്യമാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലുള്ള സ്നേഹം ആർക്കുമില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലുള്ള സ്നേഹം, ഇവിടെ നേരത്തെ പറഞ്ഞ കഥ പോലെ തന്നെ. അതുപോലെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു സബ്സ്റ്റിറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു സാക്രിഫൈസായി തീരുകയായിരുന്നു. അങ്ങനെ ദൈവം നമ്മളോടുള്ള തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്നേ കാണുന്നു. അഭക്തന് വേണ്ടി, ദുഷ്ടന്മാർക്ക് വേണ്ടിയൊക്കെ മരിക്കാനായിട്ട് ആരും തയ്യാറാകുകയില്ല. എന്നാൽ ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കാമായിരിക്കാം, കാരണം നല്ലത് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ മരിക്കാമായിരിക്കാം. അഭക്തന് വേണ്ടി ആരും തന്നെ മരിക്കുകയില്ല എന്ന് നമുക്ക് അറിയാം. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയല്ല ചെയ്തത്. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി മരിച്ചു എന്നേ കാണുന്നു. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. 2 കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നീതീകരിക്കപ്പെടുക, രക്തത്താലാണ് നീതീകരണം. അതിനുശേഷം
കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്നൊരു ഭാഗം കൂടെ എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്കൊരു വലിയൊരു ക്ലാരിറ്റി വേണം. അപ്പോഴേ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടണം എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ടെൻസും കൂടിയാണ്. കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക പാസ്റ്റ് മാത്രമല്ല, ഒരു പ്രസൻറ്റും കൂടി അവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. കാരണം നമ്മൾ 1-2 വാക്യങ്ങൾ അതുമായിട്ട് ചേർന്ന് നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. 1 തെസ്സലോനിക്കർ 5:9-10 വാക്യങ്ങളിൽ ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നു. അവിടെയും ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലുള്ള എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണ് എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ വരുന്നത്. ദൈവകോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും എന്നുള്ള ഉറപ്പാണ്. നീതീകരണം മൂലം ദൈവകോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും എന്ന് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ സാൽവേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷ പ്രാപിക്കലിൻ്റെ രക്ഷയുടെ ഭദ്രതയെ കാണിക്കുന്ന ഒരു ഭാഗമാണ്. വീണ്ടും വേറൊരു രീതിയിൽ കൂടെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കൾ പീഡനകാലത്തുകൂടി മഹാപീഡനകാലത്തിൽ കൂടി കടക്കുകയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കോപം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെട്ടു വരുന്ന ലോകത്തിൽ. ആ സമയത്ത് നമ്മൾ അതിൽ കൂടി കടക്കുകയില്ല എന്നുള്ളൊരു ചിന്ത അവിടെ വരും. 2 കൊരിന്ത്യർ 5:18-19 വാക്യങ്ങളിലെ അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളെ ഏൽപ്പിച്ചുമിരിക്കുന്നു. അപ്പോഴേ ഇവിടെ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും ഇത് തന്നെ പറയുന്നത്, ദൈവമാണ് ഇതിനൊക്കെ കാരണഭൂതൻ, അല്ല നമ്മളല്ല. ദൈവമാണ് നമ്മളെ രക്ഷിച്ചത്, ദൈവമാണ് നമ്മളെ രക്ഷയിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴേ ഒരിക്കൽ പോലും ദേവാലയ ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്കറിയത്തില്ല, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിട്ടില്ല. കാരണം അവൻ യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിച്ചവനായിരുന്നു, ലേവി ഗോത്രത്തിലല്ലായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഈ ലോകത്തിൽ വെച്ച് അല്ലായിരുന്നു. എപ്പോഴാണ് പിന്നെ അവൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്? ഇത് നമുക്കൊരു വലിയൊരു ചിന്തയാണ് നമുക്ക് തരുന്നത്. എബ്രായർ 9:11-12 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തത് വലിപ്പവും തികവേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. 9:11-12 വരെയുള്ള വാക്യങ്ങളാണ്. അതിനും ആ കൈപ്പണിയായ മന്ദിരത്തിലല്ല ശുശ്രൂഷ ചെയ്തത്, കർത്താവ് മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്ത സ്വർഗത്തിലാണ്. 24 വാക്യത്തിൽ അത് നിങ്ങൾ 9:24 വാക്യത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷമാവാൻ സ്വർഗത്തിലേക്കാണ് പ്രവേശിച്ചത്. അതായത് കർത്താവ് പ്രവേശിച്ചത് സ്വർഗത്തിലേക്കാണ്. അവിടെ എന്തിനാണ്? നമുക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യപ്പെടുവാനായിട്ട് അവൻ സ്വർഗത്തിലേക്ക് പോയത്. അതെപ്പോഴാണ്? ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം. അതുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവ് ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അന്നേരം 9:26 നമ്മൾ വായിക്കുമ്പോൾ, എബ്രായർ 9:26 വായിക്കുമ്പോൾ അവൻ ചെയ്തത് എന്താണ്? നേരത്തെ നമ്മൾ വായിച്ചാണ്, റോമർക്ക് ലേഖനത്തിൽ നമ്മൾ പഠിച്ചാണ്. അവൻ ചെയ്തത് എന്താണ്? അവൻ ചെയ്തത് നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നുള്ളതാണ്. പാപത്തിൻ്റെ പരിഹാരം വരുത്താനായി അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അതാണ് 26 വാക്യത്തിൽ, എബ്രായർ 9:26 വാക്യത്തിൽ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോഴേ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശുക്രിസ്തു ചെയ്ത ചില യേശുവിൻ്റെ 3 അപ്പിയറൻസിനെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുക. യേശുക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതയെക്കുറിച്ച്. ഒന്ന് 9:26 യേശു ഒരിക്കൽ പാപപരിഹാരം വരുത്തുവാനായിട്ട് പ്രത്യക്ഷനായി. രണ്ടാമത് എന്താ സംഭവിച്ചത്? അവന് പ്രത്യക്ഷപ്പെട്ടു. എവിടെയാണ്? മഹാപുരോഹിതനായി ഉയരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇനി ഒരു പ്രത്യക്ഷതയും കൂടെ ഉണ്ട്, അതും ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എബ്രായർക്ക് ലേഖനം 9:28 ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടിട്ട്
തനിക്ക് കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്ന ഹീസ് ഏബിൾ ടു നമ്മളെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകും. മൂന്നാമത്തെ പ്രത്യക്ഷ ഒരിക്കൽ പാപം യാഗമായിട്ട് വന്നു, നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. രണ്ടാമത് ഉയരത്തിലെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് മഹാപുരോഹിതനായി. മൂന്നാമത് തനിക്ക് കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും വരും എന്നുള്ള 3 പ്രത്യക്ഷതയാണ് ഇവിടെ കാണുന്നത്. നമ്മളിന്ന് 3 വാക്യം ആണ് ചിന്തിക്കാനായിട്ട് ഉദ്ദേശിച്ച 6 തൊട്ടുള്ള വാക്യങ്ങൾ ആണ് ചിന്തിച്ചത്. ഇതിനകത്ത് നമ്മൾ കണ്ടത് എന്താണ്? നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ എന്താണ് കണ്ടത്? യേശുക്രിസ്തു പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചിരിക്കാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. രണ്ടാമത് അവൻ്റെ രക്തത്താൽ നമ്മളെ നീതീകരിക്കപ്പെട്ടെങ്കിൽ നമ്മളെ കോപത്തിൽ നിന്ന് എത്ര അധികമായിട്ട് നമ്മളെ രക്ഷിക്കപ്പെടും എന്നുള്ള ചിന്ത. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു. എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഇത് 10-ാം വാക്യത്തിലും പറയുന്നുണ്ട്, എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഇതിൻ്റെ തുടർമാനമായിട്ട് നമുക്ക് നാളെ അത് ചിന്തിക്കാം. 10-ാം വാക്യത്തിൽ എങ്ങനെയാണ് കൂടുതലായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു 3 രീതിയിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോഴേ കർത്താവ് എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കും എനിക്കും വേണ്ടി മഹാപുരോഹിതനായി സ്വർഗത്തിലെ പക്ഷപാതം ചെയ്യുകയാണ്. അത് നമ്മൾ മറന്നുപോയത്. ഓരോ പ്രാവശ്യവും പാപം ചെയ്യുന്ന സമയത്ത്, പാപത്തിൽ വീണു പോകുന്ന സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് അവൻ്റെ സന്നിധിയിലെ താഴ്മയോടുകൂടി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. ഇത് ഏറ്റു പറയുമ്പോഴാണ് നിരപ്പ് വരുന്ന കർത്താവുമായിട്ട് ഒരുമിച്ച് ആ കൂട്ടായ്മയിൽ ജീവിക്കുന്നത്. അതിൻ്റെ ഓരോ പ്രാവശ്യവും നിങ്ങൾ പാപം ചെയ്യുമ്പോഴും ഞാൻ പാപം ചെയ്യുമ്പോഴും പിശാചി ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റം വിതഞ്ഞുകൊണ്ടേയിരിക്കും. അതിനു വേണ്ടി പക്ഷപാതം ചെയ്യാനായിട്ട് യേശുക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നുവെന്ന് ബൈബിളിൽ നമുക്ക് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കോപത്തിൽ നിന്ന് എത്ര രക്ഷിക്കപ്പെടും എന്നുള്ള ചിന്ത, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ നീതീകരണം പ്രാപിച്ചതിനാൽ കോപത്തിൽ നിന്ന് എത്രയധികമായിട്ട് രക്ഷിക്കപ്പെടും. ഇന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ രക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഞാൻ അറിയാതെ പാപം ചെയ്തു പോകുന്നു, ചിലപ്പോൾ അറിഞ്ഞും ചില പാപങ്ങൾ ചെയ്ത് വീണു പോയിട്ടുണ്ട്, അതൊക്കെയുള്ള ചിന്തിക്കുന്ന ചില ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിന്ന് ചെയ്യേണ്ടത് എന്നോട് ചേർന്ന് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെ ബാക്ക് സ്ലൈഡ് പോയിട്ടുള്ള തിരിഞ്ഞു വരണം. അതുപോലെ ക്ഷമിക്കപ്പെടാത്ത ഒരു പാപവുമില്ല. ദൈവസൻ ലേറ്റ് പറഞ്ഞാൽ എല്ലാം ക്ഷമിക്കപ്പെടും. ആകെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെതിരായിട്ട് പറയുന്ന പാവങ്ങൾ അഴിച്ച് ബാക്കി എല്ലാം ക്ഷമിക്കപ്പെടും എന്നാണ് ബൈബിളിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ആ പാപങ്ങളെ ഒന്ന് ഏറ്റു പറയുമോ? എവിടെയെങ്കിലുമൊക്കെ ഈ കുരുടാക്കി പിശാച് വെച്ചിരിക്കുന്നതെന്നൊക്കെ ഒന്ന് പൊട്ടട്ടെ. ഇന്ന് രാത്രികാലം പൊട്ടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ ചിന്തിച്ച പോലെ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. മരിക്കുക മാത്രമല്ല, ഞങ്ങളെ നീതീകരിച്ചു നിൻ്റെ രക്തത്താൽ. അതുമാത്രവുമല്ല കർത്താവേ, എത്രയധികം ഞങ്ങൾ കോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും എന്ന് ഞങ്ങളിത് ചിന്തിച്ചല്ലോ. ദൈവമേ, നീ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. ദൈവമേ, ഞങ്ങൾക്ക് രക്ഷിപ്പാൻ കഴിയാതെ സൗജന്യമായ നീതി ഞങ്ങൾക്ക് തന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നും കർത്താവെ, ക്ഷമിക്കപ്പെടാതെ കർത്താവെ അൺഫോർഗീവ്നെസ്സിലിരിക്കുന്ന ചില ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. പലരോടും ക്ഷമിക്കാതെ ഉള്ളിൽ ദേഷ്യം വെച്ചിരിക്കുന്ന ചില ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് കർത്താവെ, അവരുടെ ഹൃദയത്തിൽ ഒരു അലിവ് കൊടുക്കണമേ, കരുണ കാണിക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട്, പൊറുക്കാനായിട്ട് നീ സഹായിക്കണമേ. സഹോദരനോട് പോലും സംസാരിക്കാതെ ഇന്നും കുരുടായി മനസ്സുമായിട്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. സഹോദരനെതിരായിട്ട് കേസ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് അഡ്വക്കേറ്റിന് മുമ്പിൽ പേപ്പർ കൊടുത്തിരിക്കുന്ന ചിലർ സഹോദരനെതിരായിട്ട് കേസ് കൊടുത്ത് വസ്തുതർക്കമോ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർത്താവ് ഒരു രൂപാന്തരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരനോട് പോയി ഒന്ന് നിരക്കുമോ ഇന്ന് രാത്രികാലം? ഫോൺ വിളിച്ചിട്ട് എൻ്റെ സഹോദര, എന്നോട് ക്ഷമിക്കണമേ എന്നൊരു വാക്ക് പറയുമോ? ഈ അൺഫോർഗിവിങ് സ്പിരിറ്റ് പിശാചിൻ്റെ പൈശാചിയമാണ് എന്ന് വീണ്ടും പറയാണ്. അൺഫോർഗിവിങ് സ്പിരിറ്റ് എടുത്തു മാറ്റിക്കളയുക. യേശുക്രിസ്തു നമ്മളെ നിരപ്പിലേക്ക് കൊണ്ടുവന്നാണ്. അവൻ്റെ രക്തത്താൽ നമുക്ക് മോചനം തന്നാണ്. എത്ര അധികമായിട്ട് അവൻ്റെ കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും. നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പാപത്തിന് വേണ്ടിയും ദൈവം നിങ്ങളെ വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ള ദൈവമാണെന്ന് പ്രത്യേകം പറയുന്നു. അതിനാൽ നിങ്ങളുടെ സഹോദരനോടുകൂടിയുള്ള അക്ഷമിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ ഇന്ന് രാത്രികാലം പൊട്ടി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളെല്ലാം ഈ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയുവാൻ ദൈവം കാരുണ്യവാനായിട്ടുള്ള ദൈവമാണ്.
ഇന്ന് രാത്രികാലം നിങ്ങളുടെ എല്ലാ ക്ഷമിക്കാത്ത അവസ്ഥയിലും ദൈവം നിങ്ങളെ വിടുവിക്കും. ജീവിതത്തിലെ അസുഖങ്ങളെ, നിരാശകളെ, പ്രയാസങ്ങളിലൊക്കെ ഇരിക്കുന്ന ചില വ്യക്തികളൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ പ്രത്യാശ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്ന് വലിയൊരു വിടുതൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ഏതെങ്കിലും അവയവത്തിലെ കേടുണ്ടെങ്കിൽ നില വലങ്കൈ അവയവത്തിലേക്ക് വെച്ച് എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ വിശ്വാസത ഏറ്റെടുത്തവനൊക്കെ കർത്താവേ ഒരു വലിയൊരു മിറക്കിള് അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ ഇട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ടീം തന്നെ ഈ പ്രയർ റിക്വസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ദൈവം നന്മ തരികയോ അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങളിലെ ഉത്തരം തരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയിച്ചാൽ ഞങ്ങളുടെ സന്തോഷത്തിനും ദൈവത്തെ സ്തുതിത്വത്തിനും വേണ്ടി അത് ഉപയോഗിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.